കേരള PSC വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയെ ലക്ഷ്യമാക്കി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഈ പരീക്ഷ PSC നടത്തുന്നതുവരെ ഓരോ ദിവസവും 100 മോഡൽ ചോദ്യങ്ങൾ ഉത്തരം സഹിതം ഉൾപ്പെടുത്തിയ വീഡിയോ ക്ലാസുകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ മുൻകാല PSC പരീക്ഷകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 50 പ്രധാനപ്പെട്ട GK ചോദ്യങ്ങൾ ഉത്തരം സഹിതമായി അവതരിപ്പിച്ചിരിക്കുന്നു. നാളെ മുതൽ ദിവസേന 100 PSC മോഡൽ ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ ചാനലിൽ ഉണ്ടാകും. നോട്ട്സുകൾ ലഭിക്കുവാനായി ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ ടെലഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഓപ്ഷൻ നോക്കേ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ആര്യഭട്ട. ഏതാണ്? ഓപ്ഷൻ എ ആര്യഭട്ട. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ബഹിരാകാശത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാ ചോദിച്ചിരിക്കുന്നത്? ചോദ്യം എങ്ങനെയാണ്? ബഹിരാകാശത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? അപ്പൊ ആരായിരിക്കും? ഓപ്ഷൻ നോക്കേ. ആരാണ്? ഓപ്ഷൻ ബി ആണ് രാകേഷ് ശർമ്മ. ആരാണ്? ഓപ്ഷൻ ബി രാകേഷ് ശർമ്മ. മൂന്നാമത്തെ ചോദ്യം നോക്കേ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ രഹസ്യനാമം. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ രഹസ്യനാമം നമുക്കറിയാവുന്നതാണല്ലേ. അപ്പൊ ഏതായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. സി ഏതാണ്? ബുദ്ധൻ ചിരിക്കുന്നു. ഏതാണ്? ബുദ്ധൻ ചിരിക്കുന്നു. ഓക്കെ. നാലാമത്തെ ചോദ്യം നോക്കേ. പന്നിപ്പനിക്ക് കാരണമായ വൈറസ് എന്താണ്? പന്നിപ്പനിക്ക് കാരണമായ വൈറസ് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ ഏതായിരിക്കും ഉത്തരം? ഓപ്ഷൻ ഡി ആണ് H1N1. ഏതാണ്? ഓപ്ഷൻ ഡി H1N1. അഞ്ചാമത്തെ ചോദ്യം നോക്കേ. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ്. എങ്ങനെയാണ്? ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ്. ഇവിടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ ആരാ? ഹിപ്പോക്രാറ്റസ്. ഓപ്ഷൻ സി ഹിപ്പോക്രാറ്റസ്. അടുത്ത ചോദ്യം നോക്കേ. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം. ഓക്കെ. അപ്പൊ ഏതായിരിക്കും? ഏതാണ്? നോക്കേ. ആറാമത്തേണ്ടത് ഏത് ഉത്തരമായിട്ട് വരും? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ജീവകം സി. ഏതാണ്? ജീവകം സി ആണ് എന്ത് ചെയ്യുന്നത്? ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്നത്. ഓക്കെ. അപ്പൊ നോക്കി. ഇനി ഏഴാമത് നോക്കേ. റൂർക്കല സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്തിലാണ്? അപ്പൊ എവിടെയായിരിക്കും? ഓപ്ഷൻ എ ആണ്. ഏതാ? ഒറീസ. എവിടെയാണ്? ഓപ്ഷൻ എ ഒറീസയിലാണ്. അടുത്ത് നോക്കേ. 2011 എങ്ങനെയാണ് ആചരിക്കുന്നത്? എങ്ങനെയായിരുന്നു ആചരിച്ചത് അല്ലെ? അപ്പൊ കഴിഞ്ഞു പോയില്ല. അപ്പൊ എങ്ങനെയായിരിക്കും? നോക്കേ. ഓപ്ഷൻ നോക്കേ. എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ ഏതാണ്? രാജ്യാന്തര വനവർഷം. എങ്ങനെയാണ്? രാജ്യാന്തര വനവർഷമായിട്ടാണ് 2011 എന്ത് ചെയ്തത്? ആചരിച്ചത്. ഇനി 9ാമത്തെ ചോദ്യം നോക്കേ. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ്? ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം. അപ്പൊ ഏതായിരിക്കും അത്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? കാറ്റ്. ഏതാണ്? കാറ്റ്. ഓക്കെ. അടുത്ത നോക്കേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനം ഉള്ള ജില്ല ഏതാ? അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി ഇടുക്കി. ഏതാണ്? ഓപ്ഷൻ ഡി ഇടുക്കി. 11ാമത്തെ ചോദ്യം. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ചോദിച്ചിരിക്കുന്നത് അല്ല. അപ്പൊ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുമ്പോൾ ഓപ്ഷൻ എ ലക്ഷദ്വീപ്. ഏതാണ്? ഓപ്ഷൻ എ ലക്ഷദ്വീപ്. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. എങ്ങനെയാ? ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി മണിപ്പൂര്. ഏതാണ്? ഓപ്ഷൻ ബി മണിപ്പൂര്. അടുത്ത് നോക്കേ. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം. എങ്ങനെയാണ്? ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി അല്ലെ. ഏതാണ്? സിക്കിം ആണ്. ഏതാണ്? സിക്കിം. 14ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയുടെ ധാന്യക്കലവറ നമുക്കറിയാം. ഏതാണ്? ഓപ്ഷൻ ഡി പഞ്ചാബ്. ഏതാണ്? ഓപ്ഷൻ ഡി പഞ്ചാബ്. അടുത്ത് നോക്കേ. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ്? ഓക്കെ. 15ാമത്തെ ചോദ്യം ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണെന്നാണ് ചോദ്യം. അപ്പൊ എവിടെയാണ്? ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്. എവിടെയാണ്? ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്. 16ാമത്തെ ചോദ്യം നോക്കേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം
നമുക്കറിയാം ഓപ്ഷൻ ബി ഗുജറാത്ത്. ഓപ്ഷൻ ബി ഗുജറാത്ത്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. അപ്പൊ എവിടെയാണ്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്. ഓപ്ഷൻ എ ഉത്തർപ്രദേശ്. 12ാമത്തെ ചോദ്യം, ഹൂഗ്ലി നദിയുടെ തീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കി നമ്മൾ പോവണ്ട. ഓപ്ഷൻ എ ചണമാണ് ഉത്തരം. ഏതാണ്? ഓപ്ഷൻ എ ചണം. 19ാമത്തെ ചോദ്യം, ലോക വനദിനമായി ആചരിക്കുന്നത്. അപ്പൊ ലോക വനദിനമായി ആചരിക്കുന്ന എന്നാണ്? ഓപ്ഷൻ ഡി മാർച്ച് 21. മാർച്ച് 21. 20ാമത്തെ ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനം എന്തിന്റെ സംരക്ഷണത്തിനായിട്ടാണ്? ഏതാണ്? വരയാട്. ഓപ്ഷൻ ഡി വരയാട്. ഓക്കെ. അടുത്തത് 21ാമത് ചോദ്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? അപ്പൊ നോക്കിയേ, ഓപ്ഷൻ സി മീററ്റ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി മീററ്റ്. 22ാമത് ചോദ്യം നോക്കേ, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസ്നി ആക്രമിച്ചത്. അപ്പൊ എന്നായിരിക്കും ആക്രമിച്ചത്? എന്നായിരിക്കാം? ഓപ്ഷൻ നോക്കേ, 22 ഓപ്ഷൻ സി എന്ന AD 1025 എന്നാണ്. AD 1025. അടുത്ത 23 നോക്കി, അക്ബറുടെ സദസ്സിലുണ്ടായിരുന്ന പ്രസിദ്ധ സംഗീതജ്ഞൻ. അപ്പൊ അക്ബറുടെ സദസ്സിലുണ്ടായിരുന്ന പ്രസിദ്ധ സംഗീതജ്ഞൻ ആരായിരിക്കും അത്? ഓപ്ഷൻ ബി താൻസൻ. ആരാണ്? ഓപ്ഷൻ ബി താൻസൻ. 24 കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച മുഗൾ ചക്രവർത്തി. കൊട്ടാരത്തിൽ എന്ത് ചെയ്യാണ്? പാട്ടും നൃത്തവും ഒക്കെ എന്ത് ചെയ്യുന്നു? നിരോധിച്ചു. ആ മുഗൾ ചക്രവർത്തി ആരാണ്? ഇവിടെ ഓപ്ഷൻ എ ഔറംഗസീബ്. ആരാണ്? ഓപ്ഷൻ എ ഔറംഗസീബ്. ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി. എങ്ങനെയാ? ബുദ്ധിമാനായ വിഡ്ഢി അല്ലെ. അപ്പൊ എങ്ങനെയാണ്? ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി. അതാരാണത്? ഓപ്ഷൻ ബി മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഓക്കെ, ഓപ്ഷൻ ബി മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അടുത്ത് നോക്കേ, കോൺഗ്രസിലെ തീവ്രവാദ വിഭാഗത്തിന്റെ നേതാവ്. നമുക്ക് അറിയാവുന്നതാണല്ലേ. അപ്പോൾ 26ാമത്തെ ചോദ്യം ഏതാണ്? കോൺഗ്രസിലെ തീവ്രവാദ വിഭാഗത്തിന്റെ നേതാവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. ആരാണ്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. അടുത്ത നോക്കിയ 27 ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല നടന്ന വർഷം അല്ലേ. അപ്പൊ എന്നായിരിക്കും? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 1919. 1919. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി നമുക്ക് അറിയാവുന്നതാണല്ലേ. അപ്പൊ അതാണ് ആരാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്ന് പറയുന്നത്? ഡോക്ടർ BR അംബേദ്കർ. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ. അടുത്ത് നോക്കുക 29 ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനം. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ ചിലപ്പം സംശയം വരും, പഞ്ചശീലതത്വമാണോന്ന്, അതുപോലെ ചേരിചേരാ നയമാണോന്ന്. ഒരു സംശയം വേണ്ട. ഇവിടെ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി. ഏതാണ്? ചേരിചേരാ നയം. ഏതാണ്? ചേരിചേരാ നയം. അടുത്ത നോക്കേ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് ആരാ? സർദാർ വല്ലഭായ് പട്ടേൽ. ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ. ആസൂത്രണ കമ്മീഷന് ചെയർമാൻ. ഇപ്പൊ നമുക്കറിയാം ഈ ആസൂത്രണ കമ്മീഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. ഇത് മാറ്റിയില്ലേ. പ്ലാനിംഗ് കമ്മീഷനൊക്കെ മാറ്റി പിന്നീട് എന്ത് കൊണ്ടുവരികയുണ്ടായി? നീതി ആയോഗൊക്കെ കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അന്ന് ചോദിച്ച ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കറിയാം ഇതിന്റെ ആസൂത്രണ കമ്മീഷന് ചെയർമാൻ എപ്പോഴും ആര് തന്നെയാണ് വരുന്നത്? ഓപ്ഷൻ സി എന്ന് വെച്ചാൽ ആരാണ്? പ്രധാനമന്ത്രിയാണ് വരുന്നത് അല്ലേ. ഇപ്പൊ നീതി ആയോഗാണ്, അത് ഓർത്തിരിക്കുക. വ്യവസായ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. ശ്രദ്ധിക്കണേ, വ്യവസായ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. അപ്പൊ ഏതായിരിക്കും ഇവിടെ ഉത്തരം? ഓപ്ഷൻ ബി രണ്ടാമത്തെയാണ്. ഓപ്ഷൻ ബി രണ്ടാമത്തെയാണ്. ഓക്കെ. അടുത്ത നോക്കേ, റിസർവ് ബാങ്ക് സ്ഥാപിച്ച വർഷം. റിസർവ് ബാങ്ക് സ്ഥാപിച്ച വർഷമാണ് നമുക്കറിയാം. ഉത്തരം ഓപ്ഷൻ ബി 1935. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി 1935. 34ാമത് ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഓപ്ഷൻ എ 1950 ജാനുവരി 26. 1950 ജാനുവരി 26. 35ാമത് ചോദ്യം, 2010 വയലാർ അവാർഡ് ലഭിച്ചത്. അപ്പൊ ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ എ വിഷ്ണു നാരായണൻ നമ്പൂതിരി. ആരാണ്? വിഷ്ണു നാരായണൻ നമ്പൂതിരി.
അടുത്ത 36ാമത്തെ ചോദ്യം നോക്കേ. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് സ്ത്രീകൾക്ക് 33% സംവരണം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകിയത്? അപ്പോൾ ഓപ്ഷൻസ് നോക്കേ. ഇവിടെ ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കേ. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിച്ചത് അല്ലേ? വർഷമാണേ. അപ്പം നോക്കേ, 37ാമത്തെ ചോദ്യം ഏതാ? ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിച്ചത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് 1992. ഓപ്ഷൻ ബി 1992. അടുത്ത 38ാമത് ചോദ്യം. ലോക മനുഷ്യാവകാശ ദിനം. ലോക മനുഷ്യാവകാശ ദിനം അപ്പോൾ എന്നായിരിക്കും അത്? നോക്കേ, ഓപ്ഷൻ ഡി ആണ് ഡിസംബർ 10 എന്നാണ്. ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഉത്തരമാരാണ്? ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 2007 ജ്ഞാനപീഠം അവാർഡ് ജേതാവ്. ഓപ്ഷൻസ് നോക്കേ. ഇവിടെ ആരായിരിക്കാം ഉത്തരമായിട്ട് വരുന്നേ? ഓപ്ഷൻ സി ONV കുറുപ്പ്. ആരാണ്? ഓപ്ഷൻ സി ONV കുറുപ്പ്. അടുത്ത 41ാമത് ചോദ്യം. പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു? അപ്പോൾ അവർ എത്രാമത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നു? എത്രാമത്തെ ആയിരിക്കും? ഓപ്ഷൻ ഡി 12. എത്രാമത്തെയാണ്? ഓപ്ഷൻ ഡി 12ാമത്. ഓക്കെ, 12. അടുത്ത 42ാമത് ചോദ്യം നോക്കി. 2011 ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഭാഗ്യ ചിഹ്നം ഏതെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ ലോകകപ്പ് കാണുന്നവർക്കൊക്കെ, ക്രിക്കറ്റ് പ്രേമികൾക്ക് നല്ലതുപോലെ അറിയാവുന്നതായിരിക്കും ഉത്തരം. 2011 ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഭാഗ്യ ചിഹ്നം. 42ാമത്തെ ചോദ്യം. ഇവിടെ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആനക്കുട്ടി. ഓപ്ഷൻ ഡി ആനക്കുട്ടി. നമ്മുടെ പൈതൃക മൃഗം അല്ലെ? നമ്മുടെ പൈതൃക മൃഗം അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഉത്തരം? നമ്മുടെ പൈതൃക മൃഗം ഏതാണ്? ഓപ്ഷൻ സി ആന. ഓപ്ഷൻ സി ആന. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഇല്ലേ? കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം നമുക്കറിയാം. ഇവിടെ ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നേ? ഏതായിരിക്കും ഉത്തരം? ഓപ്ഷൻ സി കരിമീൻ. ഏതാണ്? ഓപ്ഷൻ സി കരിമീൻ. അടുത്ത 45ാമത്തെ ചോദ്യം നോക്കേ. ഏതാണ് 45ാമത്തെ ചോദ്യം? ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അല്ലെ? അപ്പൊ ഇവിടെ ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ അഭിനവ് ബിന്ദ്ര. ഓപ്ഷൻ എ അഭിനവ് ബിന്ദ്ര. ഓക്കെ, 46ാമത്തെ ചോദ്യം. എൻ്റെ ജീവിത കഥ ആരുടെ ആത്മകഥയാണ്? എൻ്റെ ജീവിത കഥ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി AKG. ഓപ്ഷൻ ഡി AKG. 47 നോക്കേ. ചിക്കൻ ഗുനിയ പരത്തുന്നത്. ചിക്കൻ ഗുനിയ പരത്തുന്നത്. അപ്പൊ ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ഈഡിസ് കൊതുകുകൾ അല്ലേ? അപ്പൊ ഏതാണ്? ഈഡിസ് കൊതുകുകളാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ലോകകപ്പ് പ്രവചനത്തിലൂടെ പ്രശസ്തി നേടിയ നീരാളി നമുക്കറിയാവുന്നതാണ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി പോൾ. ഏതാണ്? ഓപ്ഷൻ ബി പോൾ. അടുത്ത ചോദ്യം നോക്കേ. കിഴക്കോട്ട് ഒഴുകുന്ന നദി. കിഴക്കോട്ട് ഒഴുകുന്ന നദി നമുക്കറിയാവുന്നതാണ്. ഓപ്ഷൻ ബി ഭവാനി. ഏതാണ്? ഓപ്ഷൻ ബി ഭവാനി. ചന്ദനമരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം എങ്ങനെ അറിയപ്പെടുന്നതാണ്? ചന്ദനമരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം നമുക്കറിയാവുന്നതാണല്ലേ? ഓപ്ഷൻ എ മറയൂർ ആണ് ഉത്തരം. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ മറയൂർ. അടുത്ത് നോക്കേ. 51ാമത് ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലേ? അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല അപ്പം നമുക്കറിയാം. ഇവിടെ ഏതായിരിക്കും ആ ഉത്തരമായിട്ട് വരുന്നത്? ഏത് ജില്ലയായിരിക്കും വരുന്നത്? ഓപ്ഷൻ ബി പാലക്കാടാണ്. ഓപ്ഷൻ ബി പാലക്കാട്. ഇനി അടുത്ത് നോക്കേ. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം നമുക്കറിയാം. എന്നാണ് അത്? ഓപ്ഷൻ ബി 1809. ഓപ്ഷൻ ബി 1809.